Now let's see the specific usage of in and out instructions. In ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു, ഇൻ കഴിഞ്ഞിട്ട് ഏതാണോ ഡെസ്റ്റിനേഷൻ എന്നുള്ള രജിസ്റ്റർ എഴുതണം. അതിന് ശേഷം IO അഡ്രസ് സ്പേസിലുള്ള അഡ്രസ്സ് എഴുതണം. IO അഡ്രസ് സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് മെമ്മറി അഡ്രസ് സ്പേസ് ഉണ്ട്, അത് യൂസ് ചെയ്യരുത്. IO അഡ്രസ് സ്പേസിലുള്ള അഡ്രസ്സ് തന്നെ ഉപയോഗിക്കണം. ആൻഡ് all the AVRs encourages the use of specific pin names also, as long as IO addresses are concerned. This is in fact the applicability of one assembler directive already set within all AVR by default. Assembler directives എന്താണെന്ന് നമ്മൾ വഴിയെ പറയും. ഈ ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷൻസിൽ ഒന്നുകിൽ ഫോർമാറ്റിൽ നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ അഡ്രസ്സ് ഉപയോഗിക്കാം, IO അഡ്രസ് സ്പേസിലുള്ള അഡ്രസ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ IO അഡ്രസ് സ്പേസിലുള്ള അഡ്രസ്സ് ഏത് പിന്നിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് AVRൻ്റെ കാറ്റലോഗിൽ ഉണ്ടായിരിക്കും. ആ പിന്നിൻ്റെ പേരും ഉപയോഗിക്കാം. ദിസ് ഈസ് ഓൾസോ ഇൻ്റലിജിബിൾ ടു ദി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഫ് ആൻ AVR. അപ്പോൾ ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് ഒരു തവണ കൂടെ പറയാം. ഇൻ കഴിഞ്ഞിട്ട് ഏതാണോ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ, ഒരു രജിസ്റ്ററിലേക്ക് മാത്രമേ ഇത് ഇൻടേക്ക് നടത്തുള്ളൂ. കാരണം നമ്മൾ എല്ലായ്പ്പോഴും അക്യുമുലേറ്ററിലേക്കാണ് പറയുക. ഇവിടെ അക്യുമുലേറ്ററിന് പകരം ഫലത്തിൽ 32 അക്യുമുലേറ്റർ ഉണ്ട്. അതുകൊണ്ട് ഏത് അക്യുമുലേറ്റർ എന്ന് പ്രത്യേകിച്ച് പറയണം, ആ ജനറൽ പർപ്പസ് രജിസ്റ്ററിൻ്റെ സിമ്പൽ പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ IO അഡ്രസ് സ്പേസിലുള്ള ഒരു അഡ്രസ്സ് ഉപയോഗിക്കാം. IO അഡ്രസ് സ്പേസിലുള്ള അഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷൻ ആകുമ്പോൾ. LDSO STSO ആകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മെമ്മറി അഡ്രസ് സ്പേസിലുള്ള അഡ്രസ്സാണ് ഉപയോഗിക്കേണ്ടത്, അത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷൻ ആകുമ്പോൾ IO അഡ്രസ് സ്പേസ് തന്നെ പറയണം. ദിസ് ഈസ് ഓൾവേസ് കൺഫ്യൂസിങ് because IO devices has two addresses, one coming from the memory address space and the other one coming from the IO address space. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൺഫ്യൂസിങ് ആണ്. അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഈ പിന്നെ ഏതിൻ്റെ ആണ് എന്നുള്ളത് AVRൻ്റെ കാറ്റലോഗിൽ ഓൾറെഡി ഉണ്ടാകും. സേ ഫോർ എക്സാമ്പിൾ പോർട്ട് D ആണ് IO അഡ്രസ് സ്പേസിലെ 12 എന്ന ഹെക്സാഡെസിമൽ അഡ്രസ്സ്. കറസ്പോണ്ടിംഗ്ലി ഡാറ്റ മെമ്മറി അഡ്രസ് സ്പേസിൽ 32 എന്ന ഹെക്സാഡെസിമൽ അഡ്രസ്സാണ്. അത് പോർട്ട് ഡീൻ്റെ അഡ്രസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഈ 12 എന്നുള്ള പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ പോർട്ട് ഡിയിലുള്ള വാല്യൂ R1ലേക്ക് അല്ലെങ്കിൽ R16ലേക്ക് ഇൻ ചെയ്യുക എന്ന ഇൻസ്ട്രക്ഷൻ പറയുന്നതാണ് കുറച്ചുകൂടെ സൗകര്യം. ദെൻ ഐ വിൽ ബി റൈറ്റിംഗ് ഇൻ R10, പോർട്ട് ഡിയിലുള്ള 8 ബിറ്റ് വാല്യൂ R10ലേക്ക് എടുക്കുക എന്ന് പറയാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് എ more intelligible instruction and a less error prone instruction as long as the programmer is concerned. അപ്പോൾ പ്രോഗ്രാമർ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ദിസ് യൂസേജ് ഈസ് ഓൾസോ പോസിബിൾ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിലൊരു പ്രശ്നം, ഈ പോർട്ട് D എന്നിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിങ്ങനെയാണ് എഴുതേണ്ടത്. പോർട്ട് D എന്ന് ഒരുമിച്ചാണ് എഴുതേണ്ടത്. D എന്ന പോർട്ടാണെന്ന് കാണിക്കാൻ പോർട്ട് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് D എന്നല്ല നമ്മൾ എഴുതുന്നത്, പോർട്ട് D എന്ന് നേരിട്ടങ്ങ് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രോസസ്സറിന് ഇത് മനസ്സിലാകണം പോർട്ട് D എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. PORTD ഈ 5 ലെറ്റേഴ്സ് വന്നാൽ അത് പോർട്ട് D ആണെന്നും IO അഡ്രസ് സ്പേസിൽ 12 അഡ്രസ്സുള്ള 8 ബിറ്റ് രജിസ്റ്ററിലെ കണ്ടന്റ് ആണെന്നും മനസ്സിലാക്കാനുള്ള ഒരു ഡയറക്ഷൻ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഈ AVR ഉണ്ടാക്കി വെച്ച സമയത്ത് തന്നെ AVRൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പോർട്ട് D എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ 5 ലെറ്റർ സിമ്പൽ യൂസ് ചെയ്ത് പോർട്ട് D ആണെന്ന് മനസ്സിലാക്കാനുള്ള നിർദ്ദേശത്തിനെയാണ് അസംബ്ലർ ഡയറക്റ്റീവ് എന്ന കാറ്റഗറിയിൽ പറയുക. അതെന്താണെന്നുള്ളത് നമ്മൾ വഴിയെ പറയാം. അപ്പോൾ ഈ രീതിയിലും ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷൻസ് എടുക്കാനായിട്ട് പറ്റും. Now you can see here SPL and SPH. This is stack pointer least significant 8-bit and SPH stack pointer higher significant 8-bit. ആ രീതിയിലുള്ളതാണ് കുറേ പിന്നുകൾ. ഓരോ പിന്നും എന്താണെന്നുള്ളത്
പലപ്പോഴും ഈ ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കുക ഇതുമായി ബന്ധപ്പെട്ട് നോളേജ് ഉള്ള ആളുകളല്ല. ഇതിൻ്റെ ഈ ഒരു മ്യൂസിക് സെറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഒരു കളിപ്പാട്ടത്തിനകത്ത് സെറ്റ് ചെയ്യാനാണ് എങ്കിൽ ആ AVR എടുത്ത് അതിൻ്റെ കാറ്റലോഗിൽ നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ 5ാമത്തെ പിന്ന് ആ പർപ്പസിന് ഉപയോഗിക്കേണ്ടതാണ്, അത് നോക്കിയിട്ട് ആ കണക്ഷൻ അങ്ങ് പൂർത്തീകരിക്കേണ്ട ആവശ്യമേ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരിക്കലും ആരും ബൈ ഹാർട്ട് ചെയ്യുകയെ മനസ്സിലാക്കി വെക്കുകയോ ചെയ്യില്ല. ഡിസൈനർ വൺസ് ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ always everyone will be just using it. What is the purpose of this pin? What is the purpose of this address? That's all. Now consider an instruction to add two numbers using a program to add two numbers using in instruction. ഇപ്പോൾ നേരത്തെ നമ്മൾ LDSും STSും വെച്ച് ചെയ്ത അഡിഷൻ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. പിൻ ഡിയിലുള്ള 8 ബിറ്റ് വാല്യൂവും പിൻ ബിയിലുള്ള 8 ബിറ്റ് വാല്യൂവും എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് OX300 എന്ന മെമ്മറി ലൊക്കേഷനിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യണം. ഹിയർ ഓൾസോ വി അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് 8 ബിറ്റ് ദോ വി ആഡ് 2 8 ബിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ആദ്യം ഒരു രജിസ്റ്ററിലേക്ക് പിൻ ഡിയിലെ കണ്ടന്റ് എടുത്തു, R1ലേക്കാണ് എടുക്കുന്നത്, ഇൻ R1, പിൻ ഡി. അടുത്ത രജിസ്റ്ററിലേക്ക് R2ലേക്ക് പിൻ ബിയിലെ കണ്ടന്റ് എടുത്തു, ആഡ് R1, R2, രണ്ടും കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് R1ൽ വെച്ചു. നൗ സ്റ്റോർ ദിസ് ടു ദ റെലവൻറ്റ് ലൊക്കേഷൻ. R1ലുള്ള ഇപ്പോഴുള്ള റിസൾട്ട് OX300 എന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക. STS ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോൾ അഡ്രസ്സാണ് ഡെസ്റ്റിനേഷൻ, അതാണ് ആദ്യം എഴുതേണ്ടത്. LDS ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോൾ സോഴ്സ് ആണ്, അഡ്രസ്സ് സോഴ്സ് ആണ്, അത് രണ്ടാമതായിട്ടാണ് എഴുതേണ്ടത്. Now a program part to copy pin D to port A. പിൻ ഡിനെ പോർട്ട് എയിലേക്ക് കോപ്പി ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ പിൻ ഡിൻ്റെ അഡ്രസ്സ് ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നോക്കി തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. പിൻ ഡി എന്ന് എഴുതി കഴിഞ്ഞാൽ AVRന് മനസ്സിലാകും ഏത് ലൊക്കേഷനാണ് എന്നുള്ളത്. ദിസ് ഇസ് പിൻ സി, യു ക്യാൻ സി പിൻ ഡി ഹിയർ $10 ആണ്. സോ ഇൻ R0, പിൻ ഡിയിലെ കണ്ടന്റ് R0ലേക്ക് എടുക്കും. R0ൻ്റെ കണ്ടന്റ് പോർട്ട് എയിലേക്ക് ഔട്ട് ചെയ്യാൻ ഔട്ട് പോർട്ട് A, R0. So programming is rather easy as long as AVR is concerned, comparing with a general purpose microprocessor based program. അപ്പോൾ ഇൻ എന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടും LDS എന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടും ഒരു IO അഡ്രസ് സ്പേസിലുള്ള കണ്ടന്റ് നമുക്കൊരു രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാം. ഇതുപോലെ തന്നെ ഔട്ട് എന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടും STS എന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിനകത്തുള്ള കണ്ടന്റ് ഒരു IO അഡ്രസ് സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. Then why we require both these two instructions? This is because of the fact that LDS and STS are general instructions that can be used for any data memory space. However, these are instructions not supported by all AVRs. However, in and out instructions are specifically for IO devices or special function registers, and these are generally 2-byte instructions, whereas LDS and STS are 4-byte instructions. T-states and machine cycles involved in and out instructions are comparatively comparatively lesser. So execution time is also lesser in the case of in and out instructions comparing with the LDS and STS instructions. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷന് IO ഡിവൈസസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ പ്രാമുഖ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മാറുന്നത്. ഹിയർ വി മേക്ക് എ കമ്പാരിസൺ ഓഫ് ഇൻ ആൻഡ് ഔട്ട് ഇൻസ്ട്രക്ഷൻ. ഇന്നിന് പറയുന്നതൊക്കെ ഔട്ടിനും ഇവിടെ ബാധകമാണ്, LDSന് പറയുന്നതൊക്കെ STSനും ഇവിടെ ബാധകമാണ്. CPU execute the in instruction faster than LDS. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം in instruction 2-byte ആണ്, LDS STS instructions 4-byte ആണ്. As you will see in chapter 3, the in instruction lasts 1 machine cycle, whereas LDS last 2 machine cycle. അപ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ ടൈമും കൂടുതലായിരിക്കും LDSും STSും. in is a 2-byte instruction, whereas LDS is a 4-byte instruction. Means in instruction occupy less code memory, നമുക്കറിയാവുന്നതാണ്.
When in instruction is used, we can use the names of IO registers. Yeah, that's a flexibility. എന്നാൽ STS ലും LDS ലും ആ IO അഡ്രസ്സിലുള്ള അഡ്രസ്സ് തന്നെ IO അഡ്രസ്സുള്ള ലൊക്കേഷൻ്റെ മെമ്മറി അഡ്രസ്സ് തന്നെ തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യേണ്ടി വരും. വേറാസ് in directly we can make use of the names of the pin. ഇനിയിപ്പോൾ ഈവൻ അതിൻ്റെ അഡ്രസ്സ് അറിയില്ല പോലും പിന്നെ ബിയിൽ നിന്നും പിന്നെ സിയിൽ നിന്നും എടുത്ത് നമ്പേഴ്സ് ആഡ് ചെയ്ത് പിന്നെ എയിൽ കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നേരിട്ട് എഴുതാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ ഫ്ലെക്സിബിലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ഇൻ ആൻഡ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് കമ്പയറിംഗ് വിത്ത് LDS and STS instruction. All these 4 instructions are instructions suitable for data memory space, whereas in and out are specifically for those data memory space that overlap with the IO address space. Now you have a program here, write a program to get the data from pin B and send it to IO register of port C continuously. Pin B യിൽ നിന്ന് അതൊരു ഇൻപുട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എന്ത് ഡാറ്റയും പോർട്ട് സി വഴി ഔട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ. സ്വാഭാവികമായിട്ടും ഇൻ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ഐ മേക്ക് യൂസ് ഓഫ് R16 ഹിയർ. R16 പിൻ ബിയിലെ കണ്ടന്റ് R16ലേക്ക് ലോഡ് ചെയ്യുക. ഇനി ഇത് പോർട്ട് സിയിലേക്ക് ഔട്ട് ചെയ്യണം. ഔട്ട് പോർട്ട് C, R16. അപ്പോൾ ഇന്നും ഔട്ടും മൈക്രോ പ്രോസസ്സറിലെ ഓർമ്മയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ദാറ്റ് മേ ക്രിയേറ്റ് എ പ്രോബ്ലം ഹിയർ. ഇവിടെ സോഴ്സും ഡെസ്റ്റിനേഷനും പ്രത്യേകമായിട്ട് തന്നെ കാണിക്കണം ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷൻ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വി പ്ലേസ് എ ലേബൽ ഹിയർ എഗെയിൻ ആൻഡ് we repeat the step that we have written from this label again onwards. Jump again. Jump is an unconditional jump instruction asking the processor to transfer the control to the labeled location. Label is here. So this is about the in and out instruction. Now another instruction that copy the content of a general purpose register to another general purpose register, that is move instruction. For instruction format, move RD, RR. This asks the processor to copy the content of this source register RR to the destination register RD. ഇത് എല്ലാ സിസ്റ്റത്തിലും പ്രോസസ്സറിലും കൺട്രോളറിലും ഒക്കെ എങ്ങനെയാണ്? ആദ്യം എഴുതുന്നത് ഡെസ്റ്റിനേഷനാണ്, രണ്ടാമത് എഴുതുന്നതാണ് സോഴ്സ്. ഫോർ എക്സാമ്പിൾ മൂവ് R10, R20. R20ക്കകത്ത് ആദ്യം ഉണ്ടായിരുന്നത് 60 ആയിരുന്നെങ്കിൽ ആ 60 ഇപ്പം R10ലും വരും. തിരിച്ച് R10ൽ നിന്ന് R20യിലേക്കാണ് എഴുതേണ്ടിയിരുന്നതെങ്കിൽ ഐ മൈറ്റ് ഹാവ് റിട്ടൺ R20 ഹിയർ ആൻഡ് R10 ഹിയർ. So this is about the move instruction. Now some arithmetic and logical instructions involving the general purpose registers. അക്യുമുലേറ്ററിൻ്റെ സ്ഥാനത്ത് വരുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഇൻവോൾവ് ആവുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. ഈ ഇൻസ്ട്രക്ഷൻസ് പലതും സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നമ്മൾ 8085 കണ്ടതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്. സ്പെഷ്യൽ ആയിട്ടുള്ളത് മാത്രം നമ്മൾ കുറച്ച് അധികമായിട്ട് പറയാം. ദീസ് ഓവർലാപ്പ് വിത്ത് ദിസ് വൺ. These contents overlap with this one. So let me take this. Add RD, RR ആണെങ്കിൽ RDയിലുള്ളതും RRയിലുള്ളതും കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ട് RDക്കകത്ത് പ്ലേസ് ചെയ്യും. ADC RD, RR ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ ഓപ്പറേഷൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ക്യാരി ഒരു ബിറ്റും RRയിലെ കണ്ടന്റും RDയിലെ കണ്ടന്റും കൂടെ ആഡ് ചെയ്തിട്ട് RD എന്ന രജിസ്റ്ററിൽ വെക്കും. ആൻഡ് RD, RR bitwise AND operation of contents of register D and register R. Exclusive OR RD, RR. OR RD, RR. SBG subtract SBG ആണ്. subtract content of register RR and the earlier content, the content of the carry status flag that is set because of the earlier instruction from the content of register RD. RDയിൽ നിന്ന് RRയിലുള്ള കണ്ടന്റും ക്യാരിയിലുള്ള കണ്ടന്റും കൂടി കുറയ്ക്കാം. സബ് RD, RR RDയിലുള്ള കണ്ടന്റിൽ നിന്ന് RRയിലുള്ള കണ്ടന്റ് കുറക്കുക. വിത്തൗട്ട് ക്യാരി എന്ന് പറയേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് നോട്ട് SBG but it is SBC. സബ്ട്രാക്ട് വിത്ത് ക്യാരി. നൗ ക്ലിയർ RD രജിസ്റ്റർ ക്ലിയർ ചെയ്യുക. മുഴുവൻ കണ്ടന്റും RDയിൽ 0 ആക്കുക. INC RDയിലെ കണ്ടന്റ് ഒന്ന് കൂട്ടിയിട്ട് RDയിൽ തന്നെ വെക്കുക. നൗ DEC RDയിലെ കണ്ടന്റ് ഒന്ന് കുറയ്ക്കുക. കോംപ്ലിമെന്റ് RD വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വൺസ് കോംപ്ലിമെന്റ് ആണ്. നെഗേറ്റ് RD
ഒരു നെഗറ്റീവ് നമ്പറിനെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുക 2's കോംപ്ലിമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ നെഗേറ്റ് ആർ ഡി എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് കാണുക. ഈ 2's കോംപ്ലിമെൻ്റ് കാണാനൊക്കെ 8085 വലിയ ബുദ്ധിമുട്ടുള്ള പ്രോഗ്രാം, വലിയ ബുദ്ധിമുട്ടല്ല, കുറച്ചും കൂടെ ചിന്തിച്ച് ചെയ്യേണ്ട പ്രോഗ്രാമാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു നമ്പർ രജിസ്റ്റർ ആർ ഡിയിലേക്ക് എടുക്കുക ഒരു ഡാറ്റ മെമ്മറി സ്പേസിൽ നിന്ന്. ആ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നെഗേറ്റ് ആർ ഡി എന്ന് എഴുതിയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എഴുതിയാൽ മതി. റൊട്ടേറ്റ് ദ രജിസ്റ്റർ